ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെ എല്ലാവരും നല്ല തകർത്ത് നിങ്ങൾ എക്സാംസ് ഒക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി നമ്മളുടെ മാത്സ് എക്സാമിന്റെ ഊഴമാണ് അല്ലെ. അപ്പൊ മാത്സ് എക്സാമിന് എന്തായാലും നിങ്ങൾ എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും, എനിക്കറിയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സമയമൊന്നും കളയാനില്ല, വരച്ചിട്ട് മാർക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള ചോദ്യം. അപ്പൊ ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. 72 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഏരിയയുള്ള ഒരു സമചതുരം വരയ്ക്കുക. അപ്പൊ വരച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും എങ്കിൽ ഈ ഒരു സമചതുരം വരച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് നേടാം. എങ്ങനെ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഒരു സമചതുരം വരയ്ക്കണം അല്ലെ. സമചതുരം നിങ്ങൾക്ക് അറിയുണ്ടായിരിക്കും. സമചതുരം എന്ന് പറഞ്ഞാല് അതിന്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതാണ് സമചതുരത്തിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ ഏരിയ പരപ്പളവാണ് നമുക്ക് എന്ത് തന്നത്? 72. 72 ഏരിയയുള്ള അല്ലെങ്കിൽ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കണമെങ്കിൽ അതിന്റെ ഒരു സൈഡ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. നമുക്ക് ഏതെങ്കിലും രണ്ട് നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ, ഒരേ നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 72 കിട്ടുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ എന്റെ മക്കൾ ഇത്രയും ചിന്തിക്കേണ്ടുള്ളൂ. 72 എന്റെ മക്കൾ എന്ത് ചെയ്യുക? നേരെ ഒന്ന് പകുതിയാക്കുക. 72 നേരെ ഒന്ന് പകുതിയാക്കി എത്ര പേരുടാ? 36, 36 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 36 ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവ് ഏരിയയുള്ള ഒരു സമചതുരം നമുക്ക് വരയ്ക്കാലോ. 36 ഏരിയ ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ ഓരോ സൈഡും എത്രയായിരിക്കും? 6 വെച്ചിട്ടായിരിക്കും. സോ 6 സെന്റിമീറ്റർ എന്നുള്ള രീതിയിൽ ഒരു 36 ഏരിയയുള്ള 36 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു സമചതുരം, ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് ഈ സ്ക്വയറിന്റെ ഡയഗണൽ എടുത്തിട്ട്, ശ്രദ്ധിക്കണേ, ഈ സ്ക്വയറിന്റെ ഡയഗണൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സമചതുരം വരച്ചാൽ അതിന്റെ ഏരിയ ഇതിന്റെ ഇരട്ടി ആയിരിക്കും. ഇത് നമ്മൾ ചാപ്റ്റർ വൈസ് പഠിക്കുന്നതാണ്. ഒന്നുമില്ല, നിങ്ങൾ ഇത്തരത്തിലൊരു ചോദ്യം കിട്ടി അതിനെ നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം അത് വെച്ചിട്ട് ഒരു സമചതുരം വരയ്ക്കാൻ പറ്റും. സോ എന്റെ മക്കൾ ആദ്യം എന്ത് ചെയ്യുക? 6 സെന്റിമീറ്റർ വെച്ച് ഞാനൊരു സമചതുരം വരയ്ക്കാൻ പോവാണ്. സമചതുരം വരയ്ക്കാൻ ഇപ്പോഴും അറിയില്ലാത്ത ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സ്കെയിൽ എടുക്കുക. സ്കെയിലിൽ എന്ത് ചെയ്യുക എന്റെ മക്കളെ? ആദ്യം 6 സെന്റിമീറ്റർ കൃത്യമായിട്ട്, കണ്ടോ, 6 സെന്റിമീറ്റർ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, 6 സെന്റിമീറ്റർ വരച്ചു കഴിഞ്ഞാൽ അതിന് നേരെ എന്ത് ചെയ്യണം? സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ആയിട്ട് വേണം അടുത്ത സൈഡ്സുകൾ വരയ്ക്കാൻ. അതിന് വേണ്ടിയിട്ട് 90 ഡിഗ്രി എന്ത് ചെയ്യണം? പ്രൊട്രാക്ടറിൽ തെറ്റാതെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി ആ 90 ഡിഗ്രിയിൽ ഞാൻ നീട്ടി വരയ്ക്കുന്നുണ്ട്. ഈ നീട്ടി വരയ്ക്കുന്നത് സ്കെയിൽ യൂസ് ചെയ്ത് കൃത്യമായിട്ടായിരിക്കണം. എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം? ഞാൻ 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തണം അല്ലെ. അത് നിങ്ങൾക്ക് കോമ്പസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. സ്കെയിലിലാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്കെയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ സ്കെയിൽ എന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി? 6 സെന്റിമീറ്ററിൽ ഇത് കണ്ടോ, 6 സെന്റിമീറ്റർ കൃത്യമായിട്ട് ഒരു ലൈൻ ഇപ്പുറത്തും വരയ്ക്കാം. ഈ ലൈന് വരയ്ക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഒരു കുഞ്ഞി പോയിന്റ് കൊടുത്താലും മതി, ചെറിയ പോയിന്റ് വെച്ച് കൊടുത്താലും മതി. ഞാനിവിടെ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 36 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു സമചതുരം കിട്ടി. ഇതിന്റെ ഡയഗണൽ വരയ്ക്കുക എന്റെ കുട്ടികള്. കണ്ടോ? ഈ ഡയഗണൽ വരയ്ക്കുക. ഈ ഡയഗണല് നിങ്ങൾ എന്ത് ചെയ്യുക? ഇനി ഒരു കോമ്പസ് എടുത്തിട്ട് ആ കോമ്പസിൽ കൃത്യമായിട്ട് അളക്കണം. ഓക്കെ, അപ്പൊ ഞാനൊരു കോമ്പസ് എടുത്തു. ആ കോമ്പസിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ ഡയഗണലിന്റെ ഏരിയ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ നീളം ഞാൻ അവിടെ അളന്നു. അപ്പോൾ കോമ്പസ് നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് എന്ത് ചെയ്യാം? മാറ്റി വെക്കാം. ഞാൻ ഈ സ്ട്രെയിറ്റ് ആയിട്ട് കേട്ടോ അതേ ഈ താഴെയുള്ള ലൈൻ ഒന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. എന്തിനാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് എന്താക്കാനാണ്? ഒരു ആർക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ കോമ്പസിൽ അതിന്റെ ഡയഗണൽ അളന്നില്ലേ? ഈ ഡയഗണൽ കൃത്യമായിട്ട് ഞാൻ കുത്തുന്നത് ശ്രദ്ധിക്കട്ടെ. ഇവിടെയാണ് എവിടെ ചെയ്യുന്നത്? പോയിന്റ് ചെയ്യുന്നത്. കോമ്പസ് ആ ഭാഗത്ത് തന്നെ പോയിന്റ് ചെയ്യാം. എന്നിട്ട് മക്കളെ നേരെ കൃത്യമായിട്ട് ഒരു കുഞ്ഞി ആർക്ക്, കണ്ടോ, ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പൊ ആർക്ക് കൂട്ടിമുട്ടിയില്ലേ? നമുക്ക് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്ത് എന്ത് ചെയ്തു? അത് അവിടെ കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ നിങ്ങള്, സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? 2 സൈഡുകൾ കണ്ടോ, ഈ ആർക്ക് കൂട്ടിമുട്ടിയെടുത്ത് വരെ നമുക്ക് എന്ത് കിട്ടി? ഒരു വലിയ സമചതുരത്തിന് 2 സൈഡുകൾ കിട്ടി. ഇനി ഇതേ അളവിൽ എന്റെ മക്കൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ ഒന്നും വേണ്ട, നമുക്ക് കോമ്പസ് മാത്രം വെച്ചിട്ട് ഒരു കുഞ്ഞ് എന്ത് വരച്ചാൽ മതി? ആർക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഡയറക്ഷനിലേക്കും വരയ്ക്കാം. ഇതേടാ ഇവിടെ പോയിന്റ് ചെയ്തു, ചെറിയൊരു ആർക്ക് വരയ്ക്കുക. കണ്ടോ? ഈ ആർക്ക് കൂട്ടിമുട്ടണം കേട്ടോ. കൂട്ടിമുട്ടി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് നീട്ടി ഒരു ലൈന് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 6 സെന്റിമീറ്റർ ആയത് നമ്മൾ ഒന്ന് കുടുങ്ങി. ഓക്കെ,
കണ്ടോ? ആ ആർക്ക് കൂട്ടിമുട്ടിയത് കണ്ടോ? 2 ആർക്ക് കൂട്ടിമുട്ടി. ഈ കൂട്ടിമുട്ടിയിട്ടുള്ള ആർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ യൂസ് ചെയ്തിട്ട് തന്നെ എൻ്റെ മക്കള് നീട്ടി ഒരു വര വരച്ചു കൊടുക്കാം ആ പോയിന്റിലേക്ക്. ഇപ്പൊ നമുക്ക് കിട്ടിയ 4 സൈഡുകൾ ഇല്ലേടാ? ഇപ്പൊ നമുക്ക് ജസ്റ്റ് കിട്ടിയ ആ ഒരു 4 സൈഡുകൾ അതെന്നെ മക്കൾ ശ്രദ്ധിക്കുക. ഇപ്പൊ കിട്ടിയ ഈ ഒരു 4 സൈഡ് അത് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വലിയ ഒരു ആരെ കിട്ടിയിട്ടുണ്ട്? സമചതുരം കിട്ടിയിട്ടുണ്ട്. ഈ സമചതുരമായിരിക്കും 72 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള സമചതുരം എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഡയഗണൽ എടുത്ത് വരയ്ക്കുന്ന ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇതായിരിക്കും 36 കേട്ടോ. 36 ഞാൻ 36 എന്ന് തന്നെയാണോ പറഞ്ഞത്? നേരത്തെ 32 എന്നായിരുന്നു പറഞ്ഞു പോയത്. ഓക്കെ, നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. 36 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള പരപ്പളവുള്ള ഒരു സമചതുരം നിങ്ങൾ ആദ്യം വരച്ചു. എങ്ങനെ? 6 സെന്റിമീറ്റർ വെച്ചിട്ട് ഇല്ലേ? 6 വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? വരച്ചു. ഓക്കെ, ഇതിന്റെ ഏരിയ 36 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിന്റെ ഡയഗണൽ യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്തു? 72 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയുള്ള ഒരു വലിയ സമചതുരം വരച്ചു. അപ്പൊ ഈ രീതിയിലാണ് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ ചോദ്യം വന്നാൽ എന്റെ മക്കൾ മിസ് ചെയ്യരുത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെച്ചോളാം.